ഒരു ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ച വ്യക്തിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. അതായത് 2020 മലപ്പുറത്ത് വെച്ചാണ് അഡ്വക്കേറ്റ് ശിവരാമനെ പോലീസ് അകാരണമായി മർദ്ദിച്ചത്. ഇതിൽ ശിവരാമൻ കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശിവരാമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തായിരുന്നു ഈ ഒരു പോരാട്ടത്തിനുള്ള കാരണം? സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിലുള്ള കളക്ടറേറ്റ് മാർച്ച് എല്ലാ ജില്ലകളിലും അന്ന് സംസ്ഥാനത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലും സ്വാഭാവികമായിട്ട് ആ മാർച്ച് നടന്നു. പക്ഷേ ആ മാർച്ചിന് തൊട്ട് ഏകദേശം ഒരു 10 ദിവസം മുൻപേ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ എനിക്ക് ഗുരുതരമായിട്ട് എൻ്റെ ഇടത് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ആശുപത്രിയിലും ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ചികിത്സയിൽ കഴിഞ്ഞ് ഈ മാർച്ച് സ്വാഭാവികമായിട്ടുണ്ടായ സമയത്ത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും ജില്ലയിലുണ്ടായിരിക്കും, DCC ഓഫീസിലുണ്ടായിരിക്കും എന്ന ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരെ കൂടി ഒന്ന് കാണാം എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മലപ്പുറം കളക്ടറേറ്റ് KSRTC പടിക്കലേക്ക് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഏകദേശം 11:35 ശേഷമാണ് ഞാൻ എത്തുന്നത്. അന്ന് അവിടെ നടന്ന ഞാൻ സ്വാഭാവികമായിട്ട് പർപ്പസ്ഫുള്ളി ഞാൻ എന്ത് ചെയ്തു, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് കഴിയട്ടെ എന്ന് കാത്തിരുന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ പ്രദേശത്തേക്ക് ഞാൻ പോയി. യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കഴിഞ്ഞു. ഞാൻ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അകാരണമായി ഹരിലാൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി വന്ന് എന്നെ മൃഗീയമായിട്ട് ആ ഓട്ടോ സ്റ്റാൻഡിലിട്ടിട്ട് അടിക്കുന്നത്. ആ വീഡിയോ അന്ന് വളരെയധികം വ്യാപകമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ടല്ലേ ഈ മാർച്ചിലുള്ളതല്ല എന്നുള്ളത്? അടി നടക്കുന്ന സമയത്ത് പോലും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്നെ അടിക്കരുത്, എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, നിൻ്റെ മറ്റേ കൈയും ഞാൻ തല്ലി ഒടിക്കുമടാ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോലീസുകാരൻ എന്നെ ഉപദ്രവിക്കുന്നത്. അന്നേ ദിവസം പോലീസ് എടുത്ത FIRൽ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എതിരെ എടുത്ത FIRൽ ഞാൻ പ്രതിയല്ല. പിന്നീട് എനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു അക്രമ പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും എൻ്റെ പരാതി പോലീസിന് റിപ്പോർട്ടായി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരാൾ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും അടിയിൽ പ്രതിപട്ടികയിൽ എന്നെ ഉൾപ്പെടുത്തി മലപ്പുറം പോലീസ് എന്ത് ചെയ്തത്, എനിക്കെതിരെ നടപടിയെടുത്തത്. ആ നടപടിയെയും ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ FIR കളങ്കിതമായിട്ടുള്ള FIR ആണ്, ദുഷ്ടലാക്കോട് കൂടിയിട്ട് ഇട്ട FIR ആണ് എന്ന് മനുഷ്യാവകാശ കമ്മീഷന് ബോധ്യമായിട്ടുണ്ട്. ഇതിൽ നിലവിൽ ഈ ഒരു നാൾവഴിയിൽ എപ്പോഴാണ് താങ്കളുടെ പരാതി കൃത്യമായിരുന്നു, പോലീസിൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത്? എങ്ങനെയാണ് കോടതിക്ക് ഉൾപ്പെടെ അത് വ്യക്തമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി ബോധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് അതിൻ്റെ ആദ്യ സിറ്റിങ്ങിൽ തന്നെ പോലീസിനോട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നു. പോലീസ് എനിക്കെതിരെ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 6ഓളം പേജുള്ള ഒരു കുറ്റപത്രം എനിക്കെതിരെ കൊടുക്കുകയും ആ റിപ്പോർട്ടിന്മേൽ എന്നോട് കോടതി ആക്ഷേപം ചോദിക്കുകയും ചെയ്തു. ആക്ഷേപം ചോദിച്ചതിൽ ഞാൻ കൃത്യമായി ഏകദേശം 10ഓളം വരുന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് അന്നേ ദിവസം ആ മാർച്ച് റിപ്പോർട്ട് ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മാർച്ച് തുടങ്ങി ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ആ മാർച്ച് അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ വീഡിയോ ക്ലിപ്പുകളും വൺ ബൈ വൺ ആയിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ആ മാർച്ചിൽ ഒരു സ്ഥലത്ത് പോലും എൻ്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. ഒന്നാമത് എൻ്റെ പ്രസൻസ് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു പ്രസൻസാണ്. കാരണം ഞാൻ ഓൾറെഡി
എൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് ഞാൻ കഴുത്തിൽ ഇത് തൂക്കിയിട്ട് എന്നെ എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും എവിടെ തെരഞ്ഞു നോക്കിയാലും എന്നെ കാണാൻ പറ്റും. ഞാൻ ആ മാർച്ചിൽ എവിടെയും കണ്ടില്ല. രണ്ടാമത്, ഞാൻ കൊടുത്ത ഫോട്ടോകളിൽ, മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ കൊടുത്തിരിക്കുന്ന ഫോട്ടോകളിൽ എൻ്റെ പ്രസൻസ് ഇല്ല. മൂന്നാമത്, ഞാൻ ആ പ്രദേശത്ത് വന്ന സമയമെന്ന് പറയുന്നത് വളരെ കൃത്യമായി മാർച്ച് അവസാനിച്ച് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് കഴിഞ്ഞ് ആയതിൻ്റെ ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞു, അവിടെ നടന്ന പോലീസ് ലാത്തിചാർജും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയത് എന്നുള്ളത് എൻ്റെ ആ സമയത്തെ പ്രസൻസും എല്ലാം കൊണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ വന്ന വിധി എന്താണ്? ഈ പോലീസിനെതിരായി വന്ന ഒരു വിധി എങ്ങനെയാണ്? ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ അച്ചടക്ക നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്യണം, പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു റിക്വസ്റ്റ് അതായിരുന്നു. രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അന്ന് പ്രൊഫഷണലി ഞാൻ അന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഏകദേശം 1.5 മാസത്തോളം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പുറത്തു പോകാനും മറ്റുള്ള ഒരു തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടിയുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിനകത്ത് അച്ചടക്ക നടപടി കൃത്യമായിട്ട് തന്നെ വേണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇൻറ്റേർണൽ എൻക്വയറി വിഭാഗം DYSPയുടെ റിപ്പോർട്ടിൽ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ശുപാർശ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തിൽ ഈ അഡ്വക്കേറ്റ് ശിവരാമൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മുസ്താഖിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.